നമസ്കാരം. ബി ടി ക്യാഷിൻ്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കും. അതിലാദ്യം നമ്മുടെ യൂസർ നെയിമും പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് മെറ്റാമാസ്കിലൂടെ ബി ടി ക്യാഷിൻ്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ്, അതിൻ്റെ ഉൾവശം ഇങ്ങനെയായിരിക്കും കാണിക്കപ്പെടുക. ഇതിൽ ഓരോന്ന് പരിചയപ്പെടാം. ടുഡേയ്സ് സ്റ്റേക്കിംഗ് റിവാർഡ്, ഇന്ന് എനിക്ക് വന്നിട്ടുള്ള സ്റ്റേക്കിംഗ് റിവാർഡ്. ടുഡേയ്സ് അഫിലിയേറ്റ് റിവാർഡ് മീൻസ് നമ്മൾ റെഫർ ചെയ്യപ്പെടുന്ന ആളുകളിലൂടെ ലഭിക്കപ്പെടുന്ന ഇനത്തെയാണ് അഫിലിയേറ്റ് റിവാർഡ് എന്ന് പറയുന്നത്. അതുപോലെ ടോട്ടൽ സ്റ്റേക്ക് ചെയ്യപ്പെട്ടതിലൂടെ എനിക്ക് ലഭിച്ചിരിക്കുന്ന റിവാർഡുകളുടെ എണ്ണം, അതുപോലെ അഫിലിയേറ്റിലൂടെ എനിക്ക് ടോട്ടൽ ലഭിക്കപ്പെട്ടിരിക്കുന്ന റിവാർഡുകളുടെ എണ്ണം. ഇതാണ് ഈ ഒരു ഇൻ്റർഫേസിൽ കാണിക്കപ്പെടുക. തൊട്ട് താഴെ കാണിക്കപ്പെടുന്നത് നമുക്ക് ബി ടി ക്യാഷിലൂടെ നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസം ലഭിക്കുന്ന റിവാർഡുകൾ എത്രയാണെന്ന് മനസ്സിലാക്കാനായിട്ടാണ്. ഇപ്പോൾ ഇവിടെ ഈ മുകളിലൂടെ വീക്ക് എന്ന് എഴുതിയുണ്ടോ, ആഴ്ച എന്ന് എഴുതിയുണ്ടോ, ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മാസത്തെ വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഒരു വർഷത്തെ വേണമെങ്കിൽ കാണാം. അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു മാസത്തെ മാത്രം എടുത്ത് നോക്കാം. അതിൽ നമുക്ക് ഇവിടെ ഡേറ്റ് വൈസ്, ഓരോ ഡേറ്റ് വൈസ് ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ റെഡ് കളറിൽ കണ്ടില്ലേ, 8 എന്ന് എഴുതിയുണ്ടോ, 8-ാം തീയതിയിലുള്ളത്, ഓരോ 12-ാം തീയതി, 14-ാം തീയതി അങ്ങനെ കാണിക്കപ്പെടും. എന്നിട്ട് അവിടെ ഈ റെഡിനോട് ചേർന്ന് ചതുരത്തിൽ ഒരു വൈറ്റ് കളറിൽ കണ്ടില്ലേ, അവിടെ സ്റ്റേക്കിംഗ് എന്ന് കാണിക്കപ്പെടുന്ന എത്രയാണ്, സ്റ്റേക്കിംഗ് റിവാർഡ് 35. അഫിലിയേറ്റ് റിവാർഡ് ഈ ഒരു ഐ ഡിയിലില്ല, കാരണം പുതിയ ആളുകളെ ഈ ഐ ഡിയിലൂടെ റെഫർ ചെയ്യപ്പെടാത്തതിനാൽ അഫിലിയേറ്റ് റിവാർഡ് ഇതിൽ കാണിക്കപ്പെടില്ല. എനിക്ക് അഫിലിയേറ്റ് റിവാർഡ് ഇല്ല, അതുകൊണ്ടാണ് അവിടെ കാണിക്കാത്തത്. അല്ലെങ്കിൽ ഇവിടെ അഫിലിയേറ്റ് റിവാർഡ് കൃത്യമായിട്ട് കാണിക്കപ്പെടും. ഈ ഗ്രാഫിൽ ഒരു 18-ാം തീയതി വരെ എനിക്ക് 35 റിവാർഡ് വെച്ചാണ് കിട്ടിയത്. അതിനുശേഷം പിന്നെ റിവാർഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ട്, 45.65 വന്നിട്ടുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സമയമായപ്പോഴേക്കും വീണ്ടും കോമ്പൗണ്ടിങ് റീസ്റ്റേക്ക് ചെയ്യപ്പെട്ടതിനാൽ എനിക്ക് കോയിൻ്റെ എണ്ണം ഇവിടെ അങ്ങോട്ടേക്ക് കൂടിയിട്ടുണ്ട്. ഈ ഗ്രാഫിലൂടെ അത് ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. ഇനി ഇതുള്ളത് നമ്മുടെ മെയിൻ ബാലൻസ്, അതായത് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ള മെറ്റാബിറ്റി കോയിൻ്റെ എണ്ണമാണ്. ഇത് മെറ്റാബിറ്റി കോയിൻ ഇന്ത്യൻ രൂപയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ്, ഇത് USDയിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന റേറ്റ്. ടോട്ടൽ ഡെപ്പോസിറ്റിൽ, നമ്മുടെ ഡെപ്പോസിറ്റിൽ കോയിൻ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കപ്പെടും. നമ്മൾ പിൻവലിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, വിഡ്രോൾ ചെയ്തിട്ട് ഇവിടെ കാണിക്കപ്പെടും. നമുക്ക് ക്ലോസ് ആയ പാക്കേജുകൾ ഉണ്ടെങ്കിൽ, ക്ലോസ് ആകുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്റ്റേക്ക് ചെയ്യാൻ വേണ്ടി ഡെപ്പോസിറ്റ് ചെയ്യുന്ന കോയിൻ്റെ 5 ഇരട്ടി 5x എന്ന് പറയുമല്ലോ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ കാണിക്കപ്പെടും. ആ ഡീറ്റെയിൽസൊക്കെയാണ് ഇവിടെ കാണിക്കപ്പെടുന്നത്. ടോട്ടൽ നമുക്ക് റിവാർഡ് ഇനത്തിൽ എത്ര വാങ്ങിയെന്നും നമ്മൾ എത്ര പേര് റെഫർ ചെയ്തു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഏകദേശം ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുപോലെ ഈ മെനു ഓപ്ഷൻസ് ഇവിടെ മുകളിൽ ഉണ്ടാകുന്ന പോലെ തന്നെ താഴെയും ഉണ്ട് അതേ ഓപ്ഷൻ. ഡാഷ്ബോർഡ്, സ്റ്റേക്ക്, വാലറ്റ്, പ്രൊഫൈലിൻ്റെ ഓപ്ഷൻസ് ഇവിടെയുണ്ട്. നമുക്ക് തൽക്കാലം ഈ ഒരു ഓപ്ഷൻ തന്നെ പരിചയപ്പെടാം. അതിൽ ഡാഷ്ബോർഡ് ഇപ്പോൾ കണ്ട് മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ സ്റ്റേക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്റ്റേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത്, അതായത് അവിടെ ടച്ച് ചെയ്യുക, സ്റ്റേക്ക് ചെയ്യുന്നത് ഇപ്പോൾ സെലക്ട് വാലറ്റ്, ഏത് വാലറ്റിലാണോ കോയിൻ ഉള്ളത് ആ കോയിനാണ് നമുക്ക് സ്റ്റേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് സ്റ്റേക്കിംഗ് റിവാർഡ് 319.60 കാണിക്കപ്പെടുന്നുണ്ട്. അത് മിനിമം 10,000 കോയിനെ സ്റ്റേക്ക് ചെയ്യാൻ ഇപ്പം നിലവിൽ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് സ്റ്റേക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സ്റ്റേക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് അറിയാതിരിക്കുന്നു. ഇവിടെ എൻ്റർ ചെയ്തതിനു ശേഷം താഴെ ഈ ക്യാൻസൽ എന്നുള്ള സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കുക, ടച്ച് ചെയ്താൽ മതി. ഇനി അടുത്ത ഓപ്ഷൻസ് മൈ സ്റ്റേക്കിംഗ് എന്നാണ്, മൂന്നാമത്തേത്. ഈ മൈ സ്റ്റേക്കിംഗ് വെച്ചാൽ ഞാൻ ഇതുവരെയായിട്ട് സ്റ്റേക്ക് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ആയിരിക്കും ഇവിടെ കാണിക്കപ്പെടുക. അതിൽ 2 തവണ ഞാൻ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ക്ലോസ് ആയ പ്ലാനുകൾ അങ്ങനെയൊന്നും തന്നെയില്ല. ആക്റ്റീവ് സ്റ്റേക്കിംഗ് 13,045 കോയിനാണ് ഞാൻ സ്റ്റേക്ക് ചെയ്തിരിക്കുന്നത്. മാക്സിമം എനിക്ക് 5 ഇരട്ടി എന്ന് പറയുന്നത് 65,225 കോയിൻ വരെ ഇതിൽ നിന്നും റിവാർഡ് ഇനത്തിൽ നമുക്ക് ലഭിക്കപ്പെടുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ റിസീവ് ചെയ്തിരിക്കുന്ന റിവാർഡ് 3,784. ഇത്രയും റിവാർഡ് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇത്രയും റിവാർഡ് വരെ എനിക്ക് ലഭിക്കപ്പെടുകയുള്ളൂ. ഓക്കെ, ഇതുവരെ എനിക്ക് ലഭിക്കപ്പെടുകയുള്ളൂ. പിന്നീട് ഞാൻ സ്റ്റേക്ക് ചെയ്ത ഡീറ്റെയിൽസാണ് കാണിക്കപ്പെടുന്നത്. ആദ്യം സ്റ്റേക്ക് ചെയ്ത ഡീറ്റെയിൽസ് ഇവിടെയാണ്. 13/4 ഞാൻ സ്റ്റേക്ക് ചെയ്തു. പിന്നെ അതിനുശേഷം 16/8 സ്റ്റേക്ക് ചെയ്തു. അതിൻ്റെ ഇതിങ്ങനെ ഇടതുവശത്തേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് സ്വൈപ്പ് ചെയ്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇതിവിടെ ടച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ, വ്യൂ ഡീറ്റെയിൽസ് ടച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ വിശദാംശങ്ങൾ കാണാൻ പറ്റും. ഞാൻ 3,045 കോയിൻ സ്റ്റേക്ക് ചെയ്തു. AP വെച്ചാൽ ആനുവൽ പെർ ഇയർ എന്നാണ് എന്താണ് പറയുന്നത്, 0.35% വെച്ചിട്ടാണ് നമുക്ക് ലഭിക്കുക. അങ്ങനെ ടോട്ടൽ ഈ 3000 കോയിൻ കോമ്പൗണ്ട് ചെയ്തതിനാൽ എനിക്ക് ദിവസേന ഇത്രയും റിവാർഡ് വെച്ചിട്ടാണ് ലഭിക്കുക. അങ്ങനെ 1500 ദിവസത്തെ പ്ലാനാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിക്കപ്പെടും. ഓക്കെ, അപ്പോൾ അതും മനസ്സിലായി വിചാരിക്കുന്നു. പിന്നെ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. അടുത്ത ഓപ്ഷൻ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ വാലറ്റിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ വാലറ്റിനകത്തുള്ള ഓപ്ഷൻസ് ഇതാണ്. ഒന്ന് ഡെപ്പോസിറ്റ്, നമ്മുടെ വാലറ്റിലേക്ക് കോയിൻ മറ്റൊരാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന അഡ്രസ്സാണ് ഈ ഡെപ്പോസിറ്റിൻ്റെ ഈ QR കോഡും ഈ വാലറ്റിൻ്റെ അഡ്രസ്സുമാണ് കൊടുക്കുന്നത്. ബിനാൻസിൻ്റെ BEP20 ഇത് പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കിൻ്റെ അത്തരം ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിക്കപ്പെടും. പിന്നെ വിഡ്രോ, നമുക്ക് നമ്മുടെ വാലറ്റിൽ നമുക്ക് റിവാർഡുകളായിട്ട് ലഭിച്ചിരിക്കുന്ന കോയിൻ വിഡ്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ വിഡ്രോളിന് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. 5,000 കോയിനാണ് നമുക്ക് വിഡ്രോൾ ചെയ്യാൻ കഴിയുള്ളൂ. അത് വിഡ്രോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പിന്നീട് വിശദമായിട്ടുള്ള വീഡിയോ തരാം. ഇപ്പം ജസ്റ്റ് ഇതിലുള്ള ഫീച്ചറുകളൊക്കെ ഒന്ന് പരിചയപ്പെടുക എന്ന് മാത്രമാണ് ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നീടുള്ളത് BT ക്യാഷ് പേ എന്ന് പറയും. ഈ BT ക്യാഷ് പേയുടെ പ്രത്യേകത, നമ്മുടെ കമ്മ്യൂണിറ്റീനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് എക്സ്ചേഞ്ചിൽ നിന്ന് കോയിൻ വാങ്ങാതെ തന്നെ നമുക്ക് മറ്റൊരാൾക്ക് ഡയറക്റ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് നമ്മുടെ വാലറ്റിൽ വന്നിരിക്കുന്ന കോയിൻ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ട്രാൻസ്ഫർ ചെയ്യുന്നതും കൂടെ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം, അത് എളുപ്പമാണ്. അതിൽ ആദ്യം സെലക്ട് വാലറ്റ്, ഏത് വാലറ്റിലെ കോയിനാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ടച്ച് ചെയ്യുക. അതിനുശേഷം സ്റ്റേക്കിങ്ങിലാണോ അഫിലിയേറ്റുള്ള റിവാർഡാണോ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ഓപ്ഷൻസ് കാണിക്കപ്പെടുന്നത്. ഞാൻ സ്റ്റേക്കിംഗ് റിവാർഡ് എടുക്കുന്നു. അതിനുശേഷം സെലക്ട് കറൻസി, ഏത് കറൻസിയാണ് എടുക്കേണ്ടതെന്നുള്ളത് ടച്ച് ചെയ്തിട്ട് മെറ്റാബിറ്റി സെലക്ട് ചെയ്യുന്നു. മിനിമം ഈ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ലിമിറ്റേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 10,000 മുതൽ 5 ലക്ഷം വരെയാണ് പെർ ഡേ ഒരു ദിവസം ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം ഇവിടെ എത്ര കോയിനാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോയിനോട് ടച്ച് ചെയ്തിട്ട് ആ തുക ഇവിടെ അടിക്കുക. 1000 ടൈപ്പ് ചെയ്യുക.
അതിനുശേഷം ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മൾ കൊടുക്കപ്പെടേണ്ട ആളുടെ മെയിൽ ഐ ഡി, കൊടുക്കപ്പെടേണ്ട ആളുടെ മെയിൽ ഐ ഡി എന്നുള്ളത് ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡി ചെയ്യാം. നമ്മൾ കൊടുക്കപ്പെടുന്ന ആളുടെ മെയിൽ ഐ ഡി ഇവിടെ കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ഫോർ പ്രിവ്യൂ എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനോ ഇവിടെ എത്തുമ്പോൾ നമുക്ക് സബ്മിറ്റ് ഫോർ പ്രിവ്യൂ എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽ വരും. അതിനുശേഷം സബ്മിറ്റ് ഫോർ OTP എന്നുള്ളത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഇത് ഈ യൂസർ നോട്ട് ഫൗണ്ട് ഈ തെറ്റായ യൂസർ നെയിമാണ്, അതായത് മെയിൽ ഐ ഡി ഇവിടെ തെറ്റാണ്. ഇപ്പോൾ ഞാൻ ചെയ്തതുപോലെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെയിലിലേക്ക് ഒരു OTP വരും. ആ OTP വരുന്നത് നമ്മുടെ ഫോണിൽ തന്നെ നമ്മുടെ മെയിൽ ഏതാണോ ആ മെയിലിലേക്കായിരിക്കും OTP വരിക. ആ OTP താഴെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ BT Cash പേയിലൂടെ നമ്മൾ കൊടുക്കപ്പെടാൻ ഉദ്ദേശിച്ച ആളുടെ മെയിലിലേക്ക് കോയിൻ ട്രാൻസ്ഫർ ആവും. അങ്ങനെ കോയിൻ ട്രാൻസ്ഫറായി ഒരു 5 മിനിറ്റിനുള്ളിൽ അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ അവരുടെ ഡെപ്പോസിറ്റ് വാലറ്റിലെ കോയിൻ പോയി പ്ലേസ് ചെയ്യപ്പെടും. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അത് ഇതേ പറഞ്ഞ രീതിയിൽ തന്നെ ചെയ്താൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നീട് അടുത്ത ഓപ്ഷൻ നമുക്ക് പരിചയപ്പെടാം. ട്രാൻസാക്ഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ട്രാൻസാക്ഷൻ എന്നുള്ള ഓപ്ഷനിലുള്ളത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ടുഡേയ്സ് ട്രാൻസാക്ഷൻ, നമ്മൾ എന്തെങ്കിലും രീതിയിൽ ട്രാൻസാക്ഷൻ നടത്തപ്പെടുകയൊക്കെ ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ കാണാൻ പറ്റും. അതിൽ ഇവിടെ ഓൾ വാലറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെപ്പോസിറ്റ് വാലറ്റിലും സ്റ്റേക്കിംഗ് വാലറ്റിലും ഒക്കെ ഓരോ ദിവസവും നടക്കപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇതുവരെ നടക്കപ്പെട്ടിരിക്കുന്ന ഡീറ്റെയിൽസ്, അതിൻ്റെ സമ്മറികൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു ഉദാഹരണത്തിന് ഞാൻ സ്റ്റേക്കിംഗ് ടുഡേയ്സ് ട്രാൻസാക്ഷൻ എന്നുള്ളത് ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇന്നത്തെ മാത്രം ഡീറ്റെയിൽ കാണാനായിട്ട് ഇത് താഴേക്കുള്ളത് ഓരോ ഡീറ്റെയിലിൻ്റെ സമ്മറിയാണ് ഞാൻ പറഞ്ഞല്ലോ. അതിൽ സ്റ്റേക്കിംഗ് എന്നുള്ള ഓപ്ഷൻ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സ്റ്റേക്ക് ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കപ്പെടും. ഓക്കെ, എനിക്ക് സ്റ്റേക്കിങ്ങിലൂടെ ഓരോ ദിവസം ലഭിക്കപ്പെടുന്ന റിവാർഡുകൾ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്ന് 26/8 എനിക്ക് എത്ര റിവാർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അറിയാനായിട്ട് ഇങ്ങോട്ട് നീക്കിയാൽ 45.66 മെറ്റാബിറ്റി കോയിൻ എനിക്ക് റിവാർഡ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും എനിക്ക് റിവാർഡ് ലഭിക്കപ്പെട്ടതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ സമ്മറി, ഏതൊക്കെ ദിവസം വന്നിട്ടുണ്ട് ഏതൊക്കെ ദിവസം വന്നിട്ടില്ല. ഇപ്പോൾ 15-ാം തീയതിക്ക് ശേഷം 20-ാം തീയതി വരെ വരുന്ന 5 ദിവസം എനിക്ക് റിവാർഡ് ലഭിക്കപ്പെട്ടിട്ടില്ല. ഓക്കെ, 4 ദിവസം റിവാർഡ് ലഭിക്കപ്പെട്ടില്ല. അപ്പോൾ എന്നതിൻ്റെ എല്ലാ സമ്മറികളും ഓരോ ദിവസവും എനിക്ക് കിട്ടുന്ന റിവാർഡുകളെ പറ്റി കൃത്യമായിട്ടുള്ള കണക്ക് ഇതിങ്ങോട്ട് നീക്കി നോക്കിയാൽ മതി, എല്ലാം കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക, ഇടതുവശത്തേക്ക് നമ്മൾ മുകളിലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്യുന്ന പോലെ ഇടതുവശത്തേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുക. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അടുത്തത് സ്റ്റേക്കിംഗ് അല്ലാതെ അഫിലിയേറ്റ് ട്രാൻസാക്ഷനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന അഫിലിയേറ്റ് റിവാർഡിൻ്റെ ഡീറ്റെയിൽസ് ഇതിൽ സ്റ്റേക്കിങ്ങിൽ കണ്ടതുപോലെ തന്നെ കാണാൻ പറ്റും. ഓരോ ആളിൽ നിന്നും എത്ര കോയിൻ വെച്ചിട്ടാണ് റിവാർഡ് ഓരോ ദിവസം ലഭിച്ചിരിക്കുന്നതിൽ ഏത് ദിവസമാണ് കിട്ടാത്തതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കാണാൻ പറ്റും. ഞാനിപ്പം എൻ്റെ അഫിലിയേറ്റ് റിവാർഡ് എടുക്കുമ്പോൾ ഇവിടെ സമ്മറികളൊന്നും കാണാത്തതിൻ്റെ കാരണം ഞാൻ അഫിലിയേറ്റ് ചെയ്യപ്പെടാത്തതിനാലാണ്. അപ്പോൾ നിങ്ങൾ അഫിലിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയ ആളുകളെ നിങ്ങളുടെ ഇതുവഴി പരിചയപ്പെടുത്തുകയും റെഫറൽ ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അഫിലിയേറ്റിൽ കാണിക്കപ്പെടും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ വീണ്ടും അടുത്ത ഓപ്ഷൻ ടീം ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷനാണ്. ടീം ഡീറ്റെയിൽസ് എന്ന് വെച്ചാൽ ഞാനിവിടെ ടീം ചെയ്യാത്തതുകൊണ്ട് എനിക്കിവിടെ ടീമിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ടീമിൻ്റെ ചെയ്യപ്പെട്ടിരിക്കുന്ന ആളാണെങ്കിൽ ഇവിടെ എല്ലാ സമ്മറികളും ഇവിടെ കാണാൻ പറ്റും, എല്ലാ ഡീറ്റെയിലും കാണാൻ പറ്റും. പൂൾ 1, പൂൾ 2, പൂൾ 3 എന്നുകൊണ്ട് കാണിക്കപ്പെടും. പൂൾ 1 എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് റെഫറൽ ചെയ്യുന്ന ആൾക്കാരാണ് പൂൾ 1 വരിക. നമ്മൾ ഡയറക്റ്റ് റെഫറൽ ചെയ്ത ആൾ അടുത്ത ആളെ റെഫർ ചെയ്യുമ്പോൾ പൂൾ 2 അവർ അടുത്ത ആളെ റെഫർ ചെയ്യുമ്പോൾ പൂൾ 3 വരിക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അഫിലിയേറ്റ് റിവാർഡ് കൃത്യമായിട്ട് ലഭിക്കപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് പൂൾ 1 എന്ന് പറയുന്നിടത്ത് എത്ര കോയിൻ ഉണ്ടോ, അപ്പോൾ ഉദാഹരണത്തിന് ഒരു 10,000 കോയിൻ ആണെങ്കിൽ അല്ലെങ്കിൽ 10,384 കോയിൻ ആണെങ്കിൽ ആ ടോട്ടൽ കോയിൻ ഗുണിക്കണം 0.35. 0.35 എന്താണ് നമ്മുടെ സ്റ്റേക്കിംഗ് റിവാർഡ് എന്ന് പറഞ്ഞാൽ 0.35 ആണ്. ആ 0.35 ഇതിനെ തമ്മിൽ ഈ സംഖ്യയെ തമ്മിൽ ഗുണിക്കുമ്പോൾ ഒരു തുക കിട്ടും. 0.35% നോക്കണം, ശതമാനം നോക്കണം, അപ്പോൾ ഒരു തുക കിട്ടും. ആ തുക ഗുണിക്കണം 60% എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ലെവലിൽ നിന്നും 60%, സെക്കൻഡ് ലെവലിൽ നിന്ന് 40%, തേർഡ് ലെവലിൽ നിന്നും 30% അഫിലിയേറ്റ് റിവാർഡ് ഇനത്തിൽ നമുക്ക് ലഭിക്കപ്പെടണം. ഫസ്റ്റും സെക്കൻഡും തേർഡ് ലെവലിലാണ് ഇപ്പം നമുക്ക് ലഭിക്കുക. പിന്നെ നമ്മൾ മെറ്റാ ഫൗണ്ടർ, സ്റ്റാർ ക്ലബ്ബ്, ഇത്തരം ക്ലബ്ബുകൾ അച്ചീവ് ചെയ്യുന്നതിന് ആസ്പദമാക്കിയിട്ടാണ് മറ്റ് ഇതര ക്ലബ്ബുകളൊക്കെ ലെവലുകളൊക്കെ ഓപ്പണായി വരിക എന്നുള്ളത് മാത്രം ഇപ്പോൾ മനസ്സിലാക്കാം. ഓക്കെ, ഇനി അടുത്ത ഓപ്ഷൻ നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ പ്രൊഫൈൽ അറിയാമല്ലോ, നമ്മൾ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത്രയും ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട് ഉള്ള കാര്യങ്ങൾ. ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ പിന്നീട് നമുക്ക് മനസ്സിലാക്കപ്പെടേണ്ട സമയങ്ങളിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. പിന്നെ നമുക്ക് ആളുകളെ റെഫർ ചെയ്യാനായിട്ട് നമുക്ക് റെഫറൽ ലിങ്ക് ഇവിടെ നിന്ന് എടുക്കാം. ടീം ഡീറ്റെയിൽസിലാണ് ഇതുള്ളത്. ഇനി അതല്ലെങ്കിൽ ഇവിടെ ടച്ച് ചെയ്തുകൊണ്ട് ഇവിടെ ടച്ച് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ റെഫറൽ ലിങ്ക് ഇവിടെ കോപ്പി ചെയ്തിട്ട് ഇവിടെ ടച്ച് ചെയ്താൽ നമുക്ക് റെഫറൽ ലിങ്ക് കോപ്പി ചെയ്യപ്പെടും. ഓക്കെ, ഇങ്ങനെയും നമുക്ക് പുതിയ ആളെ റെഫർ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഏകദേശം ഇതിനകത്ത് വരുന്ന ഇൻ്റർഫേസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പിന്നീട് ഓരോ വീഡിയോ രൂപേണ നൽകാം. അപ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ടും ഓരോ ഓപ്ഷൻസ് മനസ്സിലാക്കുക. ഇനി BT Cashൻ്റെ 3.0 എന്ന് പറഞ്ഞൊരു വേർഷൻ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഇതേപോലത്തെ ഫീച്ചറുകളായിരിക്കില്ല അതിനകത്തുണ്ടാവുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോ അത് വരുന്ന സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.